ഇപ്പൊ സമയം രാവിലെ 6 മണി. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. നേരം വെളുത്തിട്ടേ ഇല്ല, ഇവിടെ വിന്റർ ആയതുകൊണ്ട് ഒരു 8 മണിയൊക്കെ ആവും നേരം വെളുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ടർക്കിയിലേക്കാണ്. നോർമലി ഞങ്ങൾ ബസ്സിനാണ് എയർപോർട്ടിലേക്ക് പോവാറ്. ഞങ്ങൾ ടർക്കിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് സ്റ്റാൻസ്റ്റഡ് എന്ന് പറഞ്ഞ ലണ്ടനിലെ ഒരു എയർപോർട്ടിൽ നിന്നാണ്. അങ്ങോട്ട് ബസ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ മോർണിംഗ് ടൈമിൽ ബസ്സില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിന് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കാർ അവിടെ പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് എത്ര രൂപ ഇതിന് ചിലവായി, ഐറ്റിനറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടർക്കിയിലോട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈ സ്റ്റാൻസ്റ്റഡിൽ പല ടൈപ്പിലുള്ള പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ ഫീസ് വരുന്നത്. നമുക്ക് ചിലവായത് 4 ദിവസത്തേക്ക് പാർക്ക് ചെയ്യുന്നതിന് 70 പൗണ്ട് 99p ആണ് ചിലവായത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ഏകദേശം 7 മിനിറ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നത്. ഈ പല ടൈപ്പിലുള്ള കാർ പാർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് കാർ പാർക്കിന്റെ ഫീ വരുന്നത് ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് അനുസരിച്ചാണ്. ഇതിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് 7 മിനിറ്റിനേക്കാളും കുറയുവാണെങ്കിൽ പാർക്കിംഗ് ഫീ കൂടും, 7 മിനിറ്റിനേക്കാളും കൂടുതലാണെന്നെങ്കിൽ പാർക്കിംഗ് ഫീ കുറയും. അങ്ങനെയാണ് അവിടുത്തെ പാർക്കിങ്ങിന്റെ ടൈപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ കയറിയത്. ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റിന് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് കഴിക്കുന്നേക്കാളും ചീപ്പായിരുന്നു ഫ്ലൈറ്റിലെ ഫുഡ്. പിന്നെ നമുക്ക് ഈ ടിക്കറ്റിൽ 3 കിലോ ബാഗേജ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ബാഗേജ് എടുത്തായിരുന്നു. 2 പേർക്കും ഒരു 6 കിലോ വെച്ചിട്ട്. അപ്പോൾ ഒരാൾക്ക് അതിന് ഒരു 18 പൗണ്ട് വെച്ചിട്ട് ചിലവായിട്ടുണ്ട്. നമ്മൾ ലണ്ടനിൽ നിന്ന് ഫ്ലൈ ചെയ്തത് ഇസ്താംബുളിലേക്കാണ്. ഇസ്താംബുളിൽ അപ്പോൾ തന്നെ നമ്മൾ ലേ ഓവർ എടുത്തിട്ട് നമ്മൾ കപ്പഡോക്കിയയിലേക്ക് ഫ്ലൈ ചെയ്തു. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ കപ്പഡോക്കിയ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ടർക്കി വിസിറ്റ് ചെയ്യുന്നവർ കപ്പഡോക്കിയ വിസിറ്റ് ചെയ്യാതെ പോകരുത്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. UK റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് ഈ വിസയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വിസ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ചിലവായത് 38 യൂറോയാണ്. നമ്മൾ എയർപോർട്ട് ഷട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് അവർ നമ്മളെ വന്നിട്ട് പിക്ക് ചെയ്യും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അവർ ഇൻഫോം ചെയ്യണം. അതിന് എക്സ്ട്രാ എമൗണ്ടും കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 30 യൂറോക്ക് അടുത്താണ് ആയത്. ഏകദേശം ഒരു 1 അവറിന് കൂടുതൽ ദൂരം ഉണ്ടായിരുന്നു ഹോട്ടലിലേക്ക്. എനിക്ക് തോന്നുന്നത് കപ്പഡോക്കിയയിൽ കൂടുതലും നമ്മൾ എയർപോർട്ട് ഷട്ടിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തത് ലണ്ടൻ ടു ഇസ്താംബുൾ, ഇസ്താംബുൾ ടു കപ്പഡോക്കിയ, കപ്പഡോക്കിയ ടു തിരിച്ച് ഇസ്താംബുൾ, പിന്നെ ഇസ്താംബുളിൽ നിന്ന് ലണ്ടൻ. അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരാൾക്ക് ചിലവായത് 110 പൗണ്ടാണ്. ഈ കാണുന്ന കപ്പഡോക്കിയക്ക് ഒരു ചരിത്രമുണ്ട്. ഇവിടെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായി. ആ സമയത്ത് രൂപപ്പെട്ട് വന്നതാണ് ഇവിടെ കാണുന്ന ഈ വലിയ പാറക്കെട്ടുകളും മൺകൂനകളെല്ലാം. ഇപ്പൊ കപ്പഡോക്കിയ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവരത് അതിന്റെ തനതായ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ റെസ്റ്റോറന്റുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും അതെല്ലാം പണിതു. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറയുന്ന ഒരു നൈറ്റ് വ്യൂ ആണ്. അത് ജസ്റ്റ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഇപ്പോൾ ഒരു സമയം അവിടെ 12 മണി രാത്രി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അധികമൊന്നും പോയി കാണാനൊന്നും പറ്റിയില്ല. അപ്പൊ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. ഇത് ഈ കാണുന്നത് ഒരു ഹോട്ടലാണ്. കണ്ട ഹോട്ടലാണെന്ന് തോന്നില്ല, ജസ്റ്റ് ഒരു പാറക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുള്ളൂ, പക്ഷെ അതൊരു ഹോട്ടലാണ്. അപ്പം ഇങ്ങനെയാണ് അവരവിടെ അതിന്റെ തനതായ രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ആവശ്യമുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പണിതേക്കുന്നത്. ഇവിടെ ആൾതാമസം ഉണ്ടോയെന്ന് വെച്ചാൽ ആൾതാമസമുള്ള വീടുകൾ അങ്ങനെ ഞങ്ങൾ അധികം കണ്ടില്ല, കുറവായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച കേവ് ഹോട്ടല്. ഇവിടെ നമുക്ക് 2 പേർക്ക് പെർ നൈറ്റ് ചിലവായത് 48 യൂറോ ആണ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്തു, ഇവിടെ വന്നു, റൂമൊക്കെ കാണിച്ചു, ചെറുതായിട്ടൊന്ന് സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോട്ടലിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രം കാണിച്ചു. പക്ഷെ മര്യാദക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ എന്തായാലും പകല് ഞങ്ങൾ പ്ലേസുകളൊക്കെ കാണാൻ വേണ്ടി സൈറ്റ് സീനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഡേ ആയിട്ട് വരുന്നത് വരെ ബൈ.